അലി റളിയല്ലാഹുവിനെ പറ്റി ഒരു പ്രഭാഷണം ഞാൻ ആരംഭിച്ചു കോഴിക്കോട്. ഈ പ്രഭാഷണം തുടങ്ങിയപ്പോൾ ബിദഅത്തിന്റെ കക്ഷികൾ പറഞ്ഞു ഖാസിമി ഷിയയാണ്. ഖാസിമി ഷിയയാണ്. എന്താ കാരണം? അലിയാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ആരും ഷിയായിരിക്കും? ഫമാ ഖറജൽ മദ്ഹു മിൻ ഫമി റസൂലില്ലാഹി മിസ്ലമാ മദഹൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബ്. അലിയാരെ പറ്റി റസൂലുള്ളാഹി പ്രശംസിച്ചതുപോലെ അവിടുത്തെ വായിൽ നിന്ന് വേറൊരാളെ പറ്റിയുള്ള പ്രശംസ പുറത്തു വന്നിട്ടില്ല. അത്രയും വലിയ മഹാനാണ് സയ്യിദുനാ അലിയുൽ മുർത്തദ. 300 ആയത്തുകളാണ് അവരെ പറ്റി ഇറങ്ങിയത്. ഞാൻ ബഹുമാനപ്പെട്ട ഖാജയുടെ അവിടുത്തെ തറവാട് വായിക്കാം. ആരാണ് അതിൽ ഷിയയുള്ളത് എന്ന് പരിശോധിച്ച് കണ്ടുപിടിച്ചിട്ട് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഞാൻ അങ്ങോട്ട് മാത്രമല്ല പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ കയറും, ഇത് നോക്കിയിരിക്കുന്ന ആളുകൾ ഉണ്ടാകും. നാളെ നേരം വെളുത്താൽ പിന്നാലെ കൂടുന്നവരുണ്ടാകും. ഞാൻ ബഹുമാനപ്പെട്ട ഖാജയുടെ തറവാട് ബാധിക്കുകയാണ്, അവിടുത്തെ പരമ്പര വായിക്കാണ്. ആ കുട്ടികളായി ഞാൻ എന്ന് പറയുന്ന ആളുകളോട് മറുപടിയില്ല. ഞാൻ പിന്നാന്ന് പറയുന്നവരോട് വർത്താനയില്ല. ഖാജയുടെ തറവാട്ട് പരമ്പര ഞാൻ വായിക്കും. അതിൽ ഇന്ന ഒരാള് ഷിയയാണ് എന്ന് സമർത്ഥിച്ചാൽ, എടാ ഞങ്ങൾ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിച്ചെടുത്ത് തരും. ഈ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിച്ചു തരും. പിന്നെ വെറും വാക്ക് പറയുന്നതിന് മറുപടിയില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ലില്ലാഹി മുൽതമിസു ഹർഫം മിനൽ ബഹരി ഔ റശ്ഫം മിനൽ യമീ. ഇൽമ പറഞ്ഞാൽ ജാഹിലിങ്ങൾക്ക് അത് തലവേദനയാവും. മഹാനായ അൽ ഹസൻ സഞ്ചരി ഖാജയുടെ തറവാട് വായിക്കാം. അവരുടെ ഉപ്പ മഹാനായ മൗലാന അസയ്യിദ് ഗിയാസുദ്ദീൻ അഹമ്മദ്, ഒന്നാമത്തെ ബാപ്പ. രണ്ടാമത്തെ ബാപ്പ, അതായത് ബാപ്പാടെ ബാപ്പ, രണ്ടാമത്തെ ബാപ്പ എന്നാണ് ബാപ്പാടെ ബാപ്പ. മൗലാന സയ്യിദ് കമാലുദ്ദീൻ, മൂന്നാമത്തെ ബാപ്പ, അതായത് അവരുടെ ബാപ്പ. മൗലാന സയ്യിദ് അഹമ്മദ് ഹുസൈൻ, അവരുടെ ബാപ്പ. നാലാമത്തെ ബാപ്പ മൗലാന സയ്യിദ് നജ്മുദ്ദീൻ ത്വാഹിർ. അഞ്ചാമത്തെ ബാപ്പ, അതായത് അവരുടെ ബാപ്പ മൗലാന സയ്യിദ് ഖാജ അബ്ദുൽ അസീസ് ഹുസൈൻ. അവരുടെ ബാപ്പ, അതായത് ആറാമത്തെ ബാപ്പ മൗലാന സയ്യിദ് ഇബ്രാഹിം. അവരുടെ ബാപ്പ, അതായത് ഏഴാമത്തെ ബാപ്പ മൗലാന സയ്യിദ് ഇമാം അലി മൂസൽ റിളാ. ലോകം കണ്ട മൂസൽ കാളിവിന്റെ പൊന്നുമോനായ അലി മൂസൽ റിളാ ഏഴാമത്തെ ബാപ്പ. എട്ടാമത്തെ ബാപ്പയോ, എട്ടാമത്തെ ബാപ്പ പകരമില്ലാത്ത മഹാനായ സയ്യിദ് ഇമാം മൂസൽ കാളിം. ഒമ്പതാമത്തെ ബാപ്പയായ സയ്യിദ് ഇമാം മുഹമ്മദ് ബിൻ ജഅഫർ സ്വാദിഖ്. പത്താമത്തെ ബാപ്പയായ സയ്യിദ് ഇമാം മുഹമ്മദുൽ ബാഖിർ. 11ാമത്തെ ബാപ്പയായ മഹാനായ സയ്യിദ് ഇമാം സൈനുൽ ആബിദീൻ അലി സൈനുൽ ആബിദീൻ. 12ാമത്തെ ബാപ്പയായ സയ്യിദ് ശുഹദാ വ ശഹീദ് ബി കർബല സയ്യിദ് ഇമാം ഹുസൈൻ ബിൻ അലി. 13ാമത്തെ ബാപ്പയായ അമീറുൽ മുഅ്മിനീൻ ഇമാമുൽ മുത്തഖീൻ അലി ഇബ്നു അബീ ത്വാലിബ്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ 13ാമത്തെ പൗത്രനാണ് ആര്? മഹാനായ അൽ ഹസനു സഞ്ചരി ഖാജ. സഞ്ചറില് ഹിജ്റ 537 റജബ് 14 പൂജാതനായ ഖാജ. ഇനി ഞാൻ ഇവിടെ കേരളത്തിൽ അന്നല്ല ആർക്കും വെല്ലുവിളിക്കാണ്, ഈ 13ൽ ആരാണ് ഷിയ? നിങ്ങൾക്ക് തെളിയിക്കാം, ചരിത്രം പഠിക്കാം, നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാം. ഇത് ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ്. ഇതിലാരാ, ഏത് പരമ്പരയിലാണ് ഷിയ ഉള്ളത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു. ഇനി ഉമ്മാന്റെ വക പരമ്പര വായിക്കാം, അതും വായിക്കാം. ഉമ്മാന്റെ വക പരമ്പര അതും വായിക്കാം, ഒഴിവാക്കണില്ല, അതും നോക്കാം, അവിടെ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഇന്ന് വേണമെന്നില്ല, നിങ്ങൾ കിതാബ് നോക്കി കണ്ണിൽ എണ്ണ വെച്ച് കിതാബ് നോക്കിക്കോളി, എന്നിട്ട് നമുക്ക് വരി നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ് തെളിയിച്ചാൽ ഞാൻ ഈ പണി നിർത്തും. അങ്ങനെയാണല്ലോ, അത് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഈ പരിപാടി നമ്മൾ അവസാനിപ്പിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ പിന്നെ കളവ് പറയുന്നതിന് മറുപടി ഇല്ല. അറിവ് നിങ്ങൾക്ക് തേടണമെങ്കിൽ അന്വേഷിക്കാം. നിങ്ങൾ ഈ പറഞ്ഞ 13 ആളുകളിൽ ആരാണ് ഷിയ? ശരി,
ഇനി ഉമ്മാന്റെ വഴി പരമ്പര വായിക്കാം. മഹാനായ ഖാജ തങ്ങളുടെ ഉമ്മ ആരാണ്? ബഹുമാനപ്പെട്ട ഉമ്മുൽ വറ മാഹിന്നൂർ റളിയല്ലാഹു അൻഹാ. അവരുടെ ബാപ്പ ആരാണ്? 2. അതായത് ഉമ്മ 1, അവരുടെ ബാപ്പ 2ാം തലമുറയിൽ ബാപ്പ അസയ്യിദ് ദാവൂദ് റളിയല്ലാഹു അൻഹു. ഉമ്മ പരമ്പരയിൽ 3ാമത്തെ ബാപ്പയാരാ? മൗലാന സയ്യിദ് അബ്ദുല്ലാഹിൽ ഹംബലി. ഉമ്മ പരമ്പരയിൽ 4ാമത്തെ ബാപ്പയാരാ? മൗലാന സയ്യിദ് യഹ്യ സാഹിദ്. ഉമ്മ പരമ്പരയിൽ 5ാമത്തെ ബാപ്പയാരാ? മൗലാന സയ്യിദ് മുഹമ്മദ് മുവരിദ്. ഉമ്മ പരമ്പരയിൽ 6ാമത്തെ ബാപ്പയാരാ? മൗലാന സയ്യിദ് ദാവൂദ്. ഉമ്മ പരമ്പരയിൽ 7ാമത്തെ ബാപ്പയാരാ? മൗലാന സയ്യിദ് മൂസൽ ജൗനി. ഉമ്മ പരമ്പരയിൽ 8ാമത്തെ ബാപ്പയാരാ? മൗലാന സയ്യിദ് അബ്ദുല്ലാഹിൽ മഹ്ലി. ഉമ്മ പരമ്പരയിൽ 9ാമത്തെ ബാപ്പയാരാ? മൗലാന സയ്യിദ് ഹസനിൽ മുസന്ന. ഉമ്മ പരമ്പരയിൽ 10ാമത്തെ ബാപ്പയാരാ? സയ്യിദ് ഹസൻ ഇബ്നു അലി ശബീഹ് ബിൻ നബിൽ മുസ്തഫ ഖൽഖൻ വ ഖുലുഖാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മഹാനായ സയ്യിദ്ന ഹസൻ ബിൻ അലി. ഉമ്മ പരമ്പരയിൽ 11ാമത്തെ ബാപ്പയാണ് സയ്യിദ് അലി ബിൻ അബി ത്വാലിബ്. ഈ 11ാമത്തെ പൗത്രനാണ് ഉമ്മ വഴി. 13ാമത്തെ പരമ്പരയിലാണ് ബാപ്പ വഴി. 11ാമത്തെ പരമ്പരയിലാണ് ഉമ്മ വഴി. കൂടുതൽ ആളെന്ന് നിങ്ങൾക്ക് അന്വേഷിക്കണ്ട. അവിടെ 11 താരീഖ് നോക്കുക, അപ്പുറത്ത് 13 താരീഖ് നോക്കിയിട്ട് നിങ്ങൾക്ക് തെളിയിക്കാം. ഇത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദുബായിൽ നിന്ന് വിളിക്കാം, അബുദാബിയിൽ നിന്ന് വിളിക്കാം, എവിടെ നിന്നും വിളിക്കാം. ദുബായിൽ നിന്നൊക്കെ കണ്ണിൽ അങ്ങനെ റഡാർ വെച്ച് നോക്കുന്നവരുണ്ടാവും. നിങ്ങൾ നോക്കിക്കോളൂ, ഏതാണ് ഈ കൂട്ടത്തിൽ ഷിയ? ഇനി ശൈഖന്മാര് ഖാദിരിയത്ത് റിഫായിയത്ത് പോലത്തെ ഒരു മഹാമാർഗമാണ് ചിശ്തിയത്ത്. അല്ലാഹു അതിന്റെ ആ ഒരു ഹക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കെല്ലാം ഒന്നാണ്, ഒക്കെ ഒന്നാണ്. മാർഗത്തിൽ കയറിയവരൊക്കെ ഒന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഖാദിരിയാണെങ്കിലും റിഫായിയാണെങ്കിലും ചിശ്തിയാണെങ്കിലും ഒക്കെ ഒന്നാണ്, രണ്ടല്ല, ഒക്കെ ഒന്നാണ്. ഖാദിരി, ചിശ്തി, റിഫായി ഒക്കെ ഒന്നാണ്. ഷാദുലി, തിജാനി ഒക്കെ ഒന്നാണ്. അവരൊക്കെ ബാപ്പ സയ്യിദ്ന അലിയുനിൽ മുർത്തള, ഉറക്കപ്പറ സയ്യിദ്ന അലിയുനിൽ മുർത്തള. അതാണ് ആ മാർഗം. അതൊക്കെ ഓരോരുത്തർക്കും അവരവരെ എളപ്പ മൂത്താപ്പ ബന്ധങ്ങളാണ്, ഒക്കെ ഒന്നാണ്. അത് കേവലം രാഷ്ട്രീയം പോലെയല്ല, അത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പോലെയല്ല. കമ്മ്യൂണിസ്റ്റിനെ കണ്ടാൽ കോൺഗ്രസ്സുകാരൻ പറയും ഒന്ന് ഇങ്ങോട്ട് പോരടാ അതാ നല്ലത്. കോൺഗ്രസ്സുകാരനെ കണ്ടാൽ കമ്മ്യൂണിസ്റ്റുകാരൻ പറയും ഇങ്ങോട്ട് പോരെ അതാണ് നല്ലത്. ഇപ്പം രണ്ടാളും ലീഗുകാരൻ കണ്ടാൽ ഇങ്ങോട്ട് ഒരു തോലും പറയും. നേരെ മറിച്ചൊരു ഖാദിരിയെ കണ്ടാൽ റിഫായി ഇങ്ങോട്ട് ഒരു അറിയില്ല. ഖാദിരിയത്തും ഹക്കാണ്, പറയും റിഫായിയത്ത് ഹക്കാണ്, ഷഹദുലിയത്ത് ഹക്കാണ്, ചിശ്തിയത്ത് ഹക്കാണ്, എല്ലാം തിജാനിയത്ത് ഹക്കാണ്. ഹക്കല്ലാന്ന് വാദിച്ചാൽ ഹക്കല്ലാന്ന് വാദിച്ചാൽ റഹ്മത്തുള്ളാഹി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഹക്കല്ലാന്ന് ഒരുത്തൻ വാദിച്ചാൽ ഇതൊക്കെ ഹക്കിന്റെ മാർഗങ്ങൾ തന്നെ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. വൽപ്പത്തരം പറഞ്ഞല്ല, മശായിഖന്മാർ വൽപ്പത്തരം പറഞ്ഞതാണ്. പൊന്നച്ചോടക്കാരന് പറയാലോ അത് വിലയുള്ള സാധനമാണ്, അത് ഉപ്പച്ചോടക്കാരന് പറയാൻ പറ്റൂല. പൊന്നച്ചോട കിബറല്ലല്ലോ, പൊന്നച്ചോടക്കാരന് പറയാൻ പറ്റുമോ? എന്ത് ഉപ്പിന്റെ എത്ര കിലോ വില? കിലോ 2 റുപ്യ. അപ്പുറത്ത് പൊന്നും വീടി കയറി എത്ര പവന് വില? 32,000. എന്റെ ഒരു കിബർ വേണ്ട, മനസ്സിലായില്ല. ഉപ്പ് കച്ചവടക്കാരന് 2 റുപ്യാണ് വില പറഞ്ഞത് അവന്റെ മോശത്തരവുമല്ല, അവന്റെ വിനയവുമല്ല. പൊന്നു വെക്കണോന് 32,000 എന്ന് പറഞ്ഞ അവന്റെ കിബറും അല്ല. എന്തുകൊണ്ട്? അത് കയ്യിലുള്ള സാധനത്തിന്റെ വിലയാണ്. 2 റുപ്യാണെന്ന് പറഞ്ഞത് അവന്റെ വിനയല്ല, അവന്റെ ചരക്ക് മോശമായതുകൊണ്ടാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ വലിയ നല്ല ചരക്കിന്റെ ആളുകളാണ്. തൊലിയക്കത്തുകാർ നല്ല ചരക്കാണ് നമ്മുടെ സാധനം കയ്യിലുള്ളത്. അതൊക്കെ നിഷേധിക്കാം. ഇനി ശൈഖന്മാര് ണെങ്കിൽ തെളിയിക്ക്, ഞാൻ ശൈഖന്മാരെ വായിക്കാം. ഷെയ്ഖ് മശീഖത്ത് വഴിയാണല്ലോ തൊലിയക്കത്ത് വരിക. ശരി, ആ കണ്ണിയിൽ ഏതൊരു ഷിയാണുള്ളത് എന്ന് നിങ്ങൾ തെളിയിക്കണം. വളരെ ചിന്തിക്കണം. വെറുതെ പരമ്പര പെരുമ്പറ കൊട്ടരുത്. കച്ചവടത്തിന് വേണ്ടി സുന്നിയിൽ കൂടരുത് എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എവിടെയാണോ നല്ല കച്ചവടം നടക്കുന്നത് അതിനനുസരിച്ച് ആള് കോലം മാറുക. ഉള്ളിലോ ചില ആളുകളെ ഉള്ളിൽ ജാഹിലിയത്ത് ഉണ്ടാവും, പ്രത്യക്ഷത്തിൽ സുന്നി എന്ന് പറയും.
ചിന്തിക്ക്. മജ്‌ലിസ് നൂർ വന്നപ്പോൾ ചില പള്ളി കമ്മിറ്റിക്കാർ കുടുങ്ങി. എന്തുകൊണ്ട്? ഇന്നകം ഫീക ജാഹിലിയ. എന്തുകൊണ്ട്? മജ്‌ലിസ് നൂർ നടപ്പിലാക്കാൻ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞപ്പോൾ ചില പള്ളി കമ്മിറ്റിക്കാർ മുട്ടി. എന്തുകൊണ്ട്? ഉള്ളിൽ വഹാബിയത്താണ്. അപ്പൊ അവർക്ക് ബേജാറായി. പിന്നെ ഹൈദരലി തങ്ങളെ എതിർക്കാൻ മാത്രം അവരെ ബീരങ്കിക്ക് കരുത്തില്ലാത്തത് കൊണ്ട് അത് റഹ്മത്തുള്ള ഖാസിം എങ്ങാനും പറഞ്ഞായിരുന്നെങ്കിൽ കൊടയാൻ നോക്കും. എന്നാ പൊല്ലാപ്പിന് കയ്യും കണക്കുണ്ടാവില്ല. പിന്നെ ഹിസ്സൻ ബമാനൻ വലിയ ആളാണ് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ. അപ്പം നിർവാഹമില്ല. അതിൽ കാറ്റ് പോയ പോലെ ബാതിൽ പിന്നിയിലെങ്കിലും ഇരുന്നിട്ട് മജ്‌ലിസിന്റെ ഉള്ളിൽ ഒപ്പിച്ചു. കമ്മിറ്റിയിൽ അടുത്ത ജനറൽ ബോഡിയിലും എൻ്റെ പേര് വരെ നിർബന്ധമാണല്ലോ എന്നതുകൊണ്ട് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. അവർ കുടുങ്ങി. നിങ്ങൾ ചിന്തിക്ക്. ഇവിടെ നമ്മളെ ചിരക്ക് വളരെ ഉഷാറ്. ആരെ മുന്നിൽ പറയാം? ശൈഖന്മാരെ വഴി വയ്ക്ക. സുന്നിന് പേര് പറഞ്ഞിട്ട് കാര്യമല്ല, സുന്നിയാകണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. സുന്നിയാണെങ്കിൽ ഖാദിരിയത്ത് അംഗീകരിക്കണം. ത്വരീഖത്ത് ഞങ്ങളില്ല. ത്വരീഖത്ത് പറഞ്ഞാൽ ത്വരീഖത്ത് ഞങ്ങൾ പറ്റൂല. അതെങ്ങനെ പറയാ? ദീൻ 3 കാര്യമാണ്. അൽ ഇസ്ലാം വൽ ഈമാനു വൽ ഇഹ്സാൻ. ഇസ്ലാമിൻ ബഹുമാനപ്പെട്ട ദീൻ എന്ന് പറഞ്ഞാൽ 3 കാര്യമാണ്. ഒന്ന് ഇസ്ലാം, ഒന്ന് ഈമാന്, ഒന്ന് ഇഹ്സാന്. 3 കാര്യം ദീന്. ചിന്തിക്ക്. അതിൽ 2 കാര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവന്റെ ദീന് നാഖിസാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മൽ ഇസ്ലാമു വമൽ ഈമാനു വമൽ ഇഹ്സാൻ സഅല ജിബ്രീൽ ഫീ സൂറത്തി റജുലിൻ മുത്ത് മുഹമ്മദ് മുസ്തഫ വഫീ സൂറത്തി ശാബിൻ. ഒരു ചെറുപ്പക്കാരന്റെ രൂപം പൂണ്ടു വന്നു സയ്യിദുനാ ജിബ്രീൽ. എന്നിട്ട് ദീനിന്റെ 3 കാര്യവും കാണിച്ചു കൊടുത്തു. ഒന്ന് ഇസ്ലാം, ഒന്ന് ഈമാന്, ഒന്ന് ഇഹ്സാന്. ഈ ഇഹ്സാന്റെ മാർഗമാണ് ത്വരീഖത്ത്. ചിന്തിക്കണം. എന്താ ത്വരീഖത്തിന്റെ ലക്ഷ്യം? തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അള്ളാഹിനെ കണ്ടതുപോലെ ആരാധിക്കുക. വെറുതെ കൊട്ടി പറഞ്ഞു പോയല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വെറുതെ ബഹളം, വെറുതെ ഒരു കോലം ആക്കി പായുകയല്ല. അതാണ് ത്വരീഖത്ത്. ആ ത്വരീഖത്തിന്റെ ശൈഖാണ് അലിയുൽ മുർത്തള. ശരീരത്തിൽ അമ്പ് പറിച്ചാൽ പോലും നിസ്കാര നേരത്ത് അറിയൂല. എന്തുകൊണ്ട്? അതന്നെയാണ് ഓസുലാളമേ. നലവേറും ഈശ നിസ്കരിച്ച വുളൂണ്ട് സുബഹി നിസ്കരിച്ച ആളാണ് അൽശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി. അല്ലാഹു തആല എന്റെ അത്രയും വലിയ സൂക്ഷ്മമായ ശരീരമാണത്. അല്ലാതെ മുന്നിലും ബാക്കിലും മണപ്പിക്കുന്ന ശരീരമല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. അത് മുഖദ്ദസായ റൂഹ് കിടക്കുന്ന മുഖദ്ദസായ ജസദാണ്. ഹിസ്സൻ വമാനൻ മുഖദ്ദസാണ്. ഉള്ളിൽ കേടില്ല. നമ്മളെ പോലെയല്ല. നമുക്ക് മണപ്പിക്കാതെ നടക്കൂല. നമ്മൾക്ക് തിന്നലും കൂടണം, ഒരിക്കലും കൂടണം. അല്ലാതെ നമ്മളെ പരിപാടി നടക്കൂല. മറ്റത് അങ്ങനെയല്ല. ഊണും അതൊന്നുമേ കൂടാതെ 1 കാലം പുറത്ത് നടന്നോർ. ഒരു അർത്ഥം പുറത്തുനിന്ന് 40 കൊല്ലം ഉറങ്ങിയിട്ടില്ല. 40 കൊല്ലം ഉറങ്ങാത്ത ആയിരക്കണക്കായ ഔലിയാക്കന്മാരെ ചരിത്രം ഞാൻ പറയും. 999 കൊല്ലമാണ് ആ ഔലിയാക്കന്മാരെ കാണിച്ചെന്നാലും നിങ്ങളൊന്നും അംഗീകരിക്കണ്ട. 1000 ഔലിയാക്കളെങ്കിലും ലോക ചരിത്രത്തിൽ ഞാൻ കാണിക്കാം. 40 കൊല്ലം ഉറങ്ങാത്തവര് ഉറങ്ങിയിട്ടില്ല. അല്ലാഹ് കിടന്നുറങ്ങിയിട്ടില്ല. ജീവിതത്തിൽ കിടന്നുറങ്ങിയിട്ടില്ല. പള്ളിയുടെ ചുമരിൽ അല്പനേരം ചാരി നിൽക്കും. മനസ്സിലോട്ട് പറഞ്ഞത്. ഖുർആൻ ഓതുന്ന നേരത്തെ ഉറക്കം വന്നാൽ ഒറ്റക്കമൽ നിൽക്കും. അതിനും കളിയാക്കി. ഒരു കാമൽ നിന്നേ അതിനും കളിയാക്കി. വളരെ ചിന്തിക്കണം. ശൈഖന്മാരെ വഴി ഞാൻ വായിക്കാം. മഹാനായ സയ്യിദുനാ അൽ ഹസനു സഞ്ചരി ഖജ. ആരാണ് അവരുടെ ശൈഖന്മാരെ വായിക്കാം. അവരുടെ ശൈഖ് ആരാണ്? മഹാനായ ഖുതുബായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂൻ അൽ ചിസ്തി. അവരുടെ ശൈഖ് ആരാ? മൗലാന സയ്യിദ് ഹാജി ശരീഫ് സിന്ധനി. അവരുടെ ശൈഖ് ആരാ? മൗലാന സയ്യിദ് ഖുത്ബുദ്ദീൻ മൗദൂദ് ചിസ്തി. 4ാമത്തെ ശൈഖ് ആരാ? അവരുടെ ശൈഖ് മൗലാന സയ്യിദ് നാസറുദ്ദീൻ അബൂ യൂസുഫ് മുഹമ്മദ് ചിസ്തി. അവരുടെ ശൈഖ് ആരാ? മൗലാന സയ്യിദ് അബൂ മുഹമ്മദ് ചിസ്തി. അവരുടെ ശൈഖ് ആരാ?
മൗലാന സയ്യിദ് അബു അഹ്മദ് അബ്ദാനിൽ ചിത്തി, അവരുടെ ശൈഖാന സയ്യിദ് അബു ഇസ്ഹാഖ് സാമിൽ ചിസ്തി, അവരുടെ ശൈഖാന മൗലാന സയ്യിദ് മംസായ അലവിദ്ദീൻ നൂരി, അവരുടെ ഒമ്പതാമത്തെ ശൈഖാണ് സയ്യിദ് അമീനുദ്ദീൻ അബു ഹുബൈറ അൽ ബസരി, അവരുടെ ശൈഖാന മൗലാന സയ്യിദ് സദീഖുദ്ദീൻ ഹുദൈഫ അൽ മറാഹി, അവരുടെ ശൈഖാന സയ്യിദ് സുൽത്താൻ താരിഖീൻ ഇബ്രാഹിം ബിൻ അദ്ഹം, സുൽത്താൻ താരിഖീൻ എല്ലാം ഒഴിവാക്കിയ മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം, അവരുടെ ശൈഖാന മൗലാന സയ്യിദ് ഫുളൈൽ ബിൻ അയാള്, അവരുടെ ശൈഖാന സയ്യിദ് അബുൽ ഫദ്ൽ അബ്ദുൽ വാഹിദ്, അവരുടെ ശൈഖാന മഹാനായ സയ്യിദ് റഹ്മഹുല്ലാഹ്, അവരുടെ ശൈഖാന സുൽത്താൻ ഔലിയാ അബു നസ്ർ ഹസനുൽ ബസരി, അവരുടെ ശൈഖാന അലിയുൽ മുർത്തള, അവരുടെ ശൈഖാന മുത്ത് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 15ാമത്തെ ശൈഖാണ് അലിയുൽ മുർത്തള, 16ാമത്തെ ശൈഖാണ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? അവർ കൈവച്ച് ഇന്നല്ലദീന യുബായിഉനക ഇന്നമാ യുബായിഉനല്ലാഹ്. അവർ കൈവച്ച 16ാമത്തെ ആൾ, കൈവച്ച കൈയുടെ മുകളിലുള്ള കൈയിന്റെ മുകളിലുള്ള 16ാമത്തെ കൈ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബിന്റെയും ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനിയുടെയും ഇടയിൽ ആരാണ് ഷിയ? മുത്ത് മുഹമ്മദ്. ഉറക്കപ്പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ 16ാമത്തെ ശൈഖ്. ഇവരുടെ ഇടയിൽ ആരാണ് ജനങ്ങളെ ഷിയ? അതുകൊണ്ട് ഷിയാവാദം ഉദ്ധരിക്കുന്നവരത് കൊണ്ടുവരണം. ഇനി ഒരു പ്രശ്നം, ഇവരാരാ? ഇവർ റസൂലില്ല, ഇവർ മുത്തുനബിയുടെ ദൂതനാണ്. റസൂലില്ല. ഉറക്കപ്പറ, റസൂലില്ല. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചവരെ പറ്റി പറയാവുന്ന പേരാണ് എന്ത്? റസൂലില്ല. അവരെ പറ്റി റസൂൽ എന്ന് പറയാം. റസൂലില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരാളെ പറഞ്ഞയച്ചാൽ അയാൾ റസൂലുള്ളാഹിയുടെ റസൂലാണ്. ചിന്തിക്കുക. അബൂദാവൂദ്, തുർമദി, തബ്റാനി, അഹ്മദ് തങ്ങൾ മുസ്നദിൽ എല്ലാം രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഞാൻ കാണിക്കാം. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവരെ യമനിലേക്ക് പറഞ്ഞയച്ചു മുത്ത് മുഹമ്മദ് മുസ്തഫ. ഷാമിലേക്കും യമനിലേക്കും പിന്നീട് യമനിലേക്ക് പറഞ്ഞയക്കുന്ന നേരത്ത് മുത്തനബി ചോദിച്ചു, ബിമ തഹ്കുമു, എന്തുകൊണ്ടാണ് നീ വിധിക്കുന്നത്? ബിൽ ഖുർആൻ ഫൈലം തജിദ്, നീ വിധിക്കുന്ന വിധി ഖുർആനിൽ കിട്ടിയില്ലെങ്കിലോ? ബിസുന്നത്തി റസൂലില്ല, അതിലും കിട്ടിയില്ലെങ്കിലോ? അല്ല, കിട്ടിയില്ലെങ്കിൽ ഞാൻ ഖുർആനിന്റെയും ഹദീസിന്റെയും ഇടയിൽ ഖിയാസ് കൊണ്ട് ഗവേഷണം നടത്തി നിയമത്തെ കണ്ടുപിടിക്കും എന്ന് മഹാനായ സയ്യിദുന മുആദ് ഇബ്നു ജബൽ. ഫഖാല റസൂലുള്ളാഹ്. അപ്പോൾ ഇത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു, ശ്രദ്ധിക്കണേ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ വാക്ക് ഖുർആനിൽ കണ്ടിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ ഹദീസ് കൊണ്ട് വിധിക്കും. ഹദീസിലും കണ്ടിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാ? അപ്പോൾ പിന്നെ ഞാൻ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കും, ഖുർആനിലും ഹദീസിലും ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുമെന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി ലിമാ യുർലി റസൂലല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹ് ലിമാ യുർലി റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്ന കാര്യം കൊണ്ട് വിധി കൽപ്പിക്കാമെന്ന തീരുമാനം പറയാൻ തൗഫീഖ് നൽകിയ അല്ലാഹുവിന്റെ റസൂലിനെ എനിക്ക് തന്ന അല്ലാഹുവിനെ തന്നെയാണ് സർവസ്തുതിയും എന്ന് മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹ്. റസൂലുള്ള ഒരാളെ പറഞ്ഞയച്ചാൽ അയാൾ റസൂലുള്ളാഹിയുടെ ദൂതനാണ്. റസൂലില്ലാഹ്.
അപ്പോൾ ഖാജ റസൂലില്ല മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ ചിന്തിക്ക് ബഹുമാനപ്പെട്ട ഒരു താരീഖ്, ബഹുമാനപ്പെട്ട തദ്കിറത്തുൽ മുഈനിൽ പറയുന്ന താരീഖ് വായിക്കാം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, തവസ്സൽനാ ബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأمة ومن هم ومن غمّة بأهل البدر يا الله صلاة الله سلام الله على رسول الله صلاة الله سلام الله على ياسين حبيب الله. ബഹുമാനപ്പെട്ടവർ പറയുന്നു തദ്കിറത്തുൽ മുഈനിൽ കാണാം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖാജ തന്നെ പറയുന്നു, ഖാജക്ക് പല ഗ്രന്ഥങ്ങളുമുണ്ട്, അവിടുത്തെ ഖൗലുകൾ ശേഖരിച്ച ഗ്രന്ഥങ്ങൾ പറയുമുണ്ട്. ബഅദമാ ഹസനത്ത് ലിൽ ഖിലാഫത്തു തമ്മ, എൻ്റെ ശൈഖ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സമ്പൂർണ്ണമായ ഖിലാഫത്തിന്റെ അധികാരം എനിക്ക് കരസ്ഥമായപ്പോൾ ഇസ്തഖ്തു ഇലാ സിയാറത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ടായി. ഫതവജ്ജഹ്തു മിൻ ബഗ്ദാദ് മഅ ഖാജ ഖുത്ബുദ്ദീൻ അൽ-ബഖ്തിയാരി അൽ-കാക്കി, തന്റെ മുരീദായ ഖുത്ബുദ്ദീൻ ബഖ്തിയാരി അൽ-കാക്കി റളിയല്ലാഹു അൻഹുവിനോട് വഅലി മിൻ ബഅദിൽ മുരീദീന ഇലാ മദീനത്തി സയ്യിദിൽ മുർസലീന മുഹമ്മദിൻ, പുണ്യ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന സിയാറത്ത് ചെയ്യാൻ, ഹബീബ നബിയെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമായി. എല്ലാം കഴിഞ്ഞു, ഖിലാഫത്ത് താമ കിട്ടി, പിന്നെ കുറെ ചുറ്റി സഞ്ചരിച്ചു. പിന്നെ ഇന്ത്യക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നേരത്തെ ഉസ്മാനുൽ ഹാറൂനിയോട് കൂടെ ചെന്നപ്പോൾ നിന്റെ മുരീദിനെ എന്റെ ഖലീഫയായും ലോകത്തിന്റെ ഖുത്ബായും ഞാൻ അംഗീകരിച്ചിട്ടുണ്ടെന്ന് വിളിയാളം ഉണ്ടായിട്ടുണ്ട്. ഉസ്മാനുൽ ഹാറൂനിയുടെ കൂടെ നിൽക്കുന്ന നേരത്ത് ആർക്ക്? മഹാനായ ഉസ്മാനുൽ ഹാറൂനിക്കും ഖാജക്കും രണ്ടാളും കൂടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ അടുത്ത് നിൽക്കുകയാണ്. ചിന്തിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും കുറെ ചുറ്റി സഞ്ചരിച്ചു. അവസാനം ഞങ്ങൾക്ക് മദീന കാണാൻ കൂടിയായി. ഞങ്ങളെ മദീനയിലേക്ക് സിയാറത്ത് പോയി. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ സിയാറത്ത് കൊണ്ട് അല്ലാഹു തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകി. അതുകൊണ്ട് ഒരു അനുഗ്രഹം കിട്ടി. ഫയൗമ മിനൽ അയ്യാമി കുന്തു ജാലിസൻ ഫീ മുവാജഹത്തി റൗളത്തിൽ മുസ്തഫവിയ്യ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളക്ക് അഭിമുഖമായി ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഉറങ്ങല്ല. കുന്തു ജാലിസൻ യൗമ മിനൽ അയ്യാമി കുന്തു ജാലിസൻ, ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഫീ മുവാജഹത്തി റൗളത്തിൽ മുസ്തഫവിയ്യ ഫജാഅ അൻ-നിദാഉ മിൻ ദാഖിലി റൗളത്തി സയ്യിദിൽ ഇൻസി വൽ ജിന്നി, പുണ്യ റസൂൽ മുസ്തഫ തങ്ങളുടെ റൗളയിൽ നിന്ന് എനിക്ക് വിളിയാളമുണ്ടായി. ഞാൻ ഹബീബിന്റെ മുവാജഹത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന നേരത്തെ റൗളയിൽ നിന്ന് വിളിയാളമുണ്ടായി. അനുദ്ഖുൽ അലൈനാ, കേറി വാ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മനാമല്ല, ഇത് കേവലം മനാമല്ല. ഇങ്ങനത്തെ സംഭവങ്ങൾ യഖ്ലത്തിൽ ഔലിയാക്കന്മാർക്ക് ഉണ്ടായ സംഭവങ്ങൾ അനവധിയാണ്. ഇപ്പോൾ പോലും അള്ളാഹുവിന്റെ ഹബീബിനെ യഖ്ലത്തിൽ കാണുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മനാമിലല്ല, യഖ്ലത്തിൽ കാണുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. തെളിയിക്കേണ്ട നേരത്ത് തെളിയിക്കും. പണ്ടു ഞാൻ യഖ്ലത്തിൽ കാണുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ കുറച്ചാളുകൾ എൻ്റെ മേലിൽ ചാടിയിരുന്നു. അപ്പോൾ ചില തെളിവുകൾ പറഞ്ഞതോടുകൂടെ അവരെവിടെ പോയി എന്ന് കണ്ടിട്ടില്ല. പിന്നെ അവരെ ബാല്യം കണ്ടിട്ടില്ല, എവിടെയാ പോയത്. സ്വപ്നത്തിൽ കാണുന്ന പണിയൊന്നല്ല ഔലിയാക്കന്മാർ. യഖ്ലത്തിൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ എന്ന് ഇബ്നുൽ ഖയ്യിം പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനും കഴിയുന്ന വിധത്തിൽ റൗളയിലുണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കണ നേരത്തെ റൗളയിൽ നിന്ന് വിളിയാളുണ്ടായി. അനുദ്ഖുൽ അലൈനാ, അങ്ങോട്ട് കയറി വാന്ന റസൂൽ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? ഫദഖൽതു ഫി റൗള ബിഗായത്തിൻ മിനൽ അദബി താമ്മി, അദബോടുകൂടെ ഞാൻ റൗളയുടെ ഉള്ളിലേക്ക് കയറി. വസല്ലംതു അലൈഹി, ഹബീബായ നബിക്ക് സലാം പറഞ്ഞു. ബി അഹ്സനി സലാം ഫജാഅൽ ജവാബു മിൻ ദാലിക്കൽ ജനാബി. എന്നിട്ട് ഹബീബായ നബി പറഞ്ഞു, ഇന്നി വളഅതു അലാ റഅസിക താജ വിലായത്തി ഹിന്ദുസ്ഥാൻ, നിന്റെ തലയിൽ ഞാൻ ഹിന്ദുസ്ഥാന്റെ ഏറ്റവും വലിയ കിരീടം ഇതാ
വെച്ച് തന്നിരിക്കുന്നു, അണിയിച്ചിരിക്കുന്നു. അപ്പോൾ സുൽത്താനുൽ ഹിന്ദ് എന്ന പേര് വെച്ച ആൾ ആരെന്നെയാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം, ഇത് നിസ്സാരമായ കാര്യമല്ല. താരീഖ് വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വളർത്തു അലാ റസിക താജ വിജായത്തി ഹിന്ദുസ്ഥാൻ ഫദ്ഹബ് ഇലൈഹി വജഅൽ അജ്മീറ മസ്കനക വമസ്കന ഔലാദിക ഇലാ യൗമിൽ ഖിയാമ വസതുദ്ഫനു ഫീഹി വയതബറകു ബിഹി ബികൽ ഇഖ്വാൻ അലാ മമദി സമാൻ. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഇന്നും ആയിരക്കണക്കിന് ലക്ഷക്കണക്കായ ആളുകൾക്ക് അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഹബീബ് പറഞ്ഞേ, നിന്റെ താമസ സ്ഥലം ഇനി ഇന്ത്യയിൽ അജ്മീറാണ്, നിന്റെ മക്കളും അവിടെയായിരിക്കും ഇലാ യൗമിൽ ഖിയാമ. അവിടെയാണ് നീ മറവ് ചെയ്യപ്പെടുക. നിന്റെ മക്ബറയിൽ നിന്ന് കാലാന്തരത്തിൽ ആയിരക്കണക്കായ മുസ്ലിം സഹോദരങ്ങൾ ബറക്കത്തെടുക്കുന്നതാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അജ്മീർ, അജ്മീർ എന്ന് കേട്ടപ്പോൾ തഹയ്യർത്തു, ഞാൻ അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ട്? ഫമാ അറഫ്തുഹു, എനിക്ക് അജ്മീർ എന്താന്ന്. വമാ സമിഅതു അൻഹു, ഞാൻ അജ്മീർ എന്നൊരു വാക്ക് ഇതുവരെ കേട്ടിട്ടുമില്ല. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു നിന്ന്. അപ്പോൾ ഞാൻ ഹബീബായ നബിയെ ഒന്ന് വേള നോക്കി. അപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് റുമ്മാൻ പഴം തന്നു. എനിക്ക് റുമ്മാൻ പഴം തന്നു. അലൈഹി കാന ഫീഹി ജമീഉൽ അവാലിമി മൻകൂഷൻ വമഫ്സൂലാ. അതിന്റെ പുറത്ത് ലോകത്തിന്റെ എല്ലാവിധ മാപ്പുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫമാ വജത്തു അജ്മീർ ഞാൻ കണ്ടില്ല. ഫഅശാറ ബി ഇസ്ബഅഹിൽ മുബാറക. അപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ ആ റുമ്മാനിൽ ലോകത്തിന്റെ മാപ്പുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മീറിന്റെ ഏരിയ വ്യക്തമായി എനിക്ക് കാണിച്ചു തന്നു എന്ന് മഹാനായ ഖാജ അൽ ഹസൻ സഞ്ചരി ഖാജ. അടുത്ത ചോദ്യം, അങ്ങനെ റുമ്മാൻ പഴം റസൂലുള്ളാഹിക്ക് കൊടുക്കാമോ? കൊടുക്കാ. റുമ്മാനല്ല, റസൂലുള്ള വെള്ളം കൊടുത്ത ചരിത്രമുണ്ട്, റസൂലുള്ള പത്തിരി കൊടുത്ത ചരിത്രമുണ്ട്, റസൂലുള്ള ഭക്ഷണം കൊടുത്ത ചരിത്രമുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ആയിരക്കണക്കായ കൊല്ലങ്ങൾക്കിടയിൽ ഇങ്ങനെ പലതും കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. മഹാനായ സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ വഫാത്തിന്റെ നേരം നോമ്പാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പാണ്. ഭാര്യ ഉമ്മുനായില ബീവി വീട്ടിൽ ഒരു സാധനവുമില്ല, പച്ചവെള്ളം പോലും ഇല്ല, നോമ്പ് തുറക്കാൻ ഒന്നുമില്ല. സുന്നത്ത് നോമ്പ് തുറക്കാൻ മഗ്‌രിബിയുടെ നേരമായി. അങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ശത്രുക്കള് കുറച്ച് വെള്ളം കിട്ടുമോ നോക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ചിറങ്ങി മഹദിയായ ഉമ്മുനായില ബീവി റളിയല്ലാഹു അൻഹാ അവർ വെള്ളം കൊണ്ട് വന്നപ്പോൾ ശത്രുക്കൾ വെള്ളം തടഞ്ഞുപോയി. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാനെ മഗ്‌രിബിയുടെ ബാങ്കായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ മുഹമ്മദ് മുസ്തഫ പൊരയുടെ മോന്തായത്തൂടെ ഒരു തൊട്ടി ഇങ്ങോട്ടിറക്കി. വെള്ളം നിറച്ച തൊട്ടി. ഉസ്മാൻ ഇഷ്റബ്, ഉസ്മാനെ കുടിക്ക് എന്ന് പറഞ്ഞു. സ്വപ്നമല്ല. എന്ത് നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? സ്വപ്നമല്ല. ഏതാ നേരം? മഗ്‌രിബിയുടെ നേരം. വെള്ളം കുടിക്കണോ? നോമ്പുറക്കണ്ടേ? ഉമ്മുനായില ബീവിയെ തമ്മാടികൾ തടഞ്ഞ്. അപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിൽ നിന്ന് ബക്കറ്റ് നിറച്ചു വന്നു മുഹമ്മദ് മുസ്തഫ. ഈശ്വറബ്, പൊന്നു മോനെ കുടിക്ക്. റസൂലുള്ളാഹിന്റെ നൂറൈനിയല്ലേ, 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച ആളല്ലേ മഹാനായ സയ്യിദുനാ ഉസ്മാൻ. ഉറക്കപ്പറ സയ്യിദുനാ ഉസ്മാൻ കുടിക്കേന്ന് പറഞ്ഞ് അങ്ങനെ കുടിച്ച്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ കുടിച്ച്, പിന്നെയും കുടിച്ചങ്ങോട്ട് കുടിച്ച്. ഇഷ്റബ് റസൂൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. വെള്ളം കൊണ്ടെന്ന് അറിഞ്ഞു. ശരീരാകെ വെള്ളം ഇങ്ങനെ തൂവി. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നേരെ വെള്ളപാത്രം കൊണ്ട് കയറി വരുന്നത് ആര്? ഉമ്മുനായില ബീവി. അപ്പോൾ ചോദിച്ചു, മഹാനവറുകളെ എവിടുന്നാണ് വെള്ളം കിട്ടിയത്? ഹബീബായ റസൂലുള്ളാഹി മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് ഹിജ്റ 35-ലാണ്. ഹബീബ് വഫാത്താകുന്നത് ഹിജ്റ 11-ലാണ്. ഇത് ഹിജ്റ 35-ലാണ്. ഹബീബ് വഫാത്താകുന്ന ഹിജ്റ 11 റബീഉൽ അവ്വലാണ് ഹബീബ് വഫാത്താകുന്നത് മുഹമ്മദ് മുസ്തഫ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ വെള്ളം കൊണ്ടുവരുന്ന ഹിജ്റ 35-ല് വെള്ളം കുടിച്ച്. ഉമ്മുനായില ബീവി വന്നപ്പോ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ശരീരവും ആകെ ഇങ്ങോട്ട്
എവിടുന്ന ബഹുമാനപ്പെട്ടവരെ നിങ്ങൾക്ക് വെള്ളം കിട്ടിയത്? ഞാൻ എത്ര കഷ്ടപ്പെട്ട് കുറച്ച് വെള്ളം നിങ്ങൾക്ക് എവിടുന്ന്? അപ്പോൾ പറഞ്ഞു ആതാനി റസൂലുള്ളാഹ്, എനിക്ക് വെള്ളം തന്നു. ഇശ്റബ് 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 എന്ന് പലവട്ടം എന്നോട് പറഞ്ഞു. അതാണ് അവസാനത്തെ കൂടി. അപ്പോഴത്തിന് ശത്രുക്കൾ കയറി വന്ന് വെട്ടിക്കൊന്നു. ആരെ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ. അവസാനത്തെ വെള്ളം ആര് കൊടുത്തതാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ. തലച്ചോറിൽ വെള്ളമുള്ളവനെ ഇത് കളവ് പറയുകയല്ല, ഇത് സ്വപ്നവുമല്ല. എത്ര താരീഖ് കാണാം. ഒരു സാഹിദായ ഒരു മഹാൻ ഉണ്ടായിരുന്നു. ഒരുപാട് മഹാന്മാരുടെ എത്ര ഇങ്ങനെ ഈ വിഷയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മഹാനെ മദീനയിൽ സിയാറത്തിന് പോയി. സിയാറത്ത് കഴിഞ്ഞ് വൈകുന്നേരമായി, ഭക്ഷണമൊന്നുമില്ല, ഉള്ള പൈസക്ക് അങ്ങനെ വന്നതാണ്. മദീനയിൽ തള്ള ചില്ലറ പൈസ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെയൊക്കെയോ കാഫില കെട്ടി വന്ന് മദീനത്തിൽ പൈസയൊക്കെ കഴിഞ്ഞ് പൈസ എല്ലാം കഴിഞ്ഞു പോയി. മദീനയിൽ വൈകുന്നേരം എത്തി റൗള സിയാറത്ത് ചെയ്തിട്ട് നബിയോട് പറഞ്ഞു, നബിയെ അന ലൈഫുക യാ റസൂലല്ലാഹ്, ഞങ്ങളെ വിരുന്നുകാരനല്ലേ, ഞാൻ മാത്രം ആശയത്തില്ല, അന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. പിന്നെ വിരുന്നുകാരന് ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തം വിരുന്നുകാരൻ്റെ അല്ലല്ലോ, ആരുടേതാണ്? വീട്ടുകാരൻ്റെ അല്ലേ? എനിക്ക് രാത്രി ഭക്ഷണം തന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് നബി, എനിക്കില്ല. നിങ്ങൾ എന്റെ വീട്ടിൽ വന്നതല്ല, ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നതാണ്. എനിക്ക് ഭക്ഷണം തന്റെ നിങ്ങൾ ഉത്തരവാദിത്തമാണ്. ഈ മഹാൻ ഹബീബ നബിയോട് പറഞ്ഞിട്ട് റൗളന്റെ ചെരുവിൽ സൈഡ് കണ്ടിട്ട് അവിടെ അങ്ങനെ കടന്ന് കുറെ നേരം കഴിഞ്ഞു. രാത്രി ഉണ്ട് ഇങ്ങനെ വന്നിട്ട് ഒരാൾ വിളിക്കണ്. അവർ നല്ല ഉറക്കമുണ്ട്. ഒരാളിങ്ങനെ വിളിച്ച് എണീക്കണം. അപ്പോൾ എണീറ്റ് നോക്കുമ്പോ ഫഹിറാഹു അലി ഇബ്നു അബീ ത്വാലിബ്. ബേജാറായി. റസൂൽ ബഹുമാനപ്പെട്ട അലി. അപ്പോൾ പറഞ്ഞു, ഇതൊക്കെ അപ്പുറത്തെ റസൂലിന്റെ രണ്ട് വസീർമാർ കൂടെയുണ്ട്. ആരാ വസീർ? മഹാനായ സയ്യിദുനാ സിദ്ദീഖ്, സയ്യിദുനാ ഫാറൂഖ്. അല്ലാ, ഞാൻ തട്ടിപ്പറ്റണീറ്റ് ഫഖറല്ല. അപ്പൊ റസൂൽ ഒരു പൊതിയും കൊണ്ടാ വന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് സദഖത്ത്. ഇപ്പൊ ചില ആളുകൾക്കുള്ള വയറിളക്കം എന്താണെന്നറിയോ? എങ്ങനെ 537 ജനിച്ച ഹാജക്ക് മഹാനായ ഹബീബായ റസൂൽ ഉമ്മാബയം കൊടുക്കണ എന്ത് ഹമാക്കത്താണ് ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ കുറെ ഹമാക്കത്തെ നമ്മൾ ബാത്തിലാക്കേണ്ടി വരും. അല്ല, ഇവിടെ മാത്രമല്ല, കുറെ ചരിത്രം തിരുത്തേണ്ടി വരും. അപ്പോൾ BJP കുടുങ്ങിയ മാതിരി കുടുങ്ങും. ചരിത്രം തിരുത്തിയിട്ട് കുടുങ്ങിയിരിക്കണം ഇപ്പൊ അവര്. കാരണം ചരിത്രം ഒരു കളവ് എഴുതിയാൽ പിന്നെ 1000 കളവ് എഴുതേണ്ടി വരും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മളും കൊടുങ്ങും, എല്ലാവരും കൊടുക്കും. നീ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ എന്റെ വിരുന്നാണ്. നിങ്ങളെ രാത്രി ഭക്ഷണമാണ്. പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്, റൊട്ടി ഉണ്ട്. അങ്ങനെ റസൂൽ സന്തോഷമായി തിരിച്ചുപോയി. റൊട്ടി ഇവിടെ ഇരുന്ന് കഴിച്ചോട്ടോ എന്ന് പറഞ്ഞു. ആ കഴിച്ചോളാം. തിരിച്ചുപോയി. ഞാൻ അതില് റസൂലിനെ കൊണ്ടുവന്ന റൊട്ടിയല്ലേ, എന്താണ് അയാൾ പറയാണ്? ഇതിനേക്കാൾ രുചികരമായ ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ആ റൊട്ടി ഞാനാണ് കഴിച്ച്. കുറച്ച് റൊട്ടി കഴിച്ചപ്പോഴത്തേനെ എനിക്ക് വയറ് നിറഞ്ഞ്. ബാക്കിയുള്ള റൊട്ടി തബറുക്കാൻ, എനിക്ക് ആ റൊട്ടി തിന്ന് തീർക്കാൻ പൂരില്ല. ആര് തന്നതാണ്? ഹബീബായ നബി തന്നതാണ്. ഞാൻ എന്റെ പാണ്ടക്കെട്ടിൽ വെച്ചു. കുറച്ച് ഇബാദത്ത് ചെയ്ത് കുറച്ചും കൂടി ഉറക്കണ്ടായിരുന്നു. കുറച്ചും കൂടി ഉറങ്ങി. തഹജ്ജുദ് നിസ്കരിച്ചു. കുറച്ചും കൂടി കിടന്നു. ഫലമ്മാ അസ്ബഹ വബഖിയത്തുൽ ഖുബ്സ് ഇൻദി മതാഇ. ഞാൻ ബാക്കിയുള്ള റൊട്ടി പൊതിഞ്ഞിട്ട് എവിടെ വെച്ച്? എന്റെ പാണ്ടക്കെട്ടിൽ വെച്ച്. സുബൈന്റെ ശേഷം എടുത്ത് നോക്കുമ്പോ അത് തന്നെ. പള്ളിയാകെ ഇങ്ങനെ കസ്തൂരി. എവിടുന്നാ കസ്തൂരി വരുന്നത്? എവിടുന്നാ കസ്തൂരി വരുന്നത്? ഈ പാണ്ടക്കെട്ടിന്ന്. കാരണം ഈ റൊട്ടി ആര് കൊടുത്തതാ? മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം, ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ പറഞ്ഞയച്ചതാണ്. അജ്മീറിലേക്ക് പോയിക്കോ. അജ്മീർ എനിക്ക് അറിയില്ല നബിയെ. അപ്പോൾ ആകൃതിയുള്ള ഒരു റുമ്മാന്റെ പുറത്തുണ്ട്. ആ റുമ്മാൻ നോക്ക്, എനിക്കിതിൽ കണ്ടില്ല എന്ന് പറഞ്ഞു. മുബാറക്ക, ബർക്കപ്പത്താക്കപ്പെട്ട വിരൽ കൊണ്ട് റസൂൽ ചൂണ്ടിക്കാണിച്ചു തന്നു. അതനുസരിച്ച് ബഹുമാനപ്പെട്ട ഹാജയും മഹാന്മാരും ബഖ്തിയാറുൽക്കാക്കി അടക്കമുള്ള 40ഓളം മുരീദന്മാരും പിറ്റേന്ന് പുറപ്പെട്ടു. എങ്ങോട്ട്? അജ്മീറിലേക്ക്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ദൂതനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. മുത്ത് മുഹമ്മദ് മുസ്തഫ മഹാനായ ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്ന
20-ാം നൂറ്റാണ്ടിൽ മലയാളക്കര കണ്ടിട്ടുള്ള, അല്ല ഇന്ത്യ കണ്ടിട്ടുള്ള, അല്ല ലോകം കണ്ടിട്ടുള്ള പ്രധാനികളിലും മഹാൻ നേതാക്കന്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട അല്ലാമ ശൈഖുനാ ശംസുൽ ഉലമാ അവർ വിശദീകരിക്കുന്ന മൗലിദും ഇങ്ങനെ തന്നെയാണ്. അവർ വിശദീകരിക്കുന്ന താരീഖും ഇങ്ങനെ തന്നെയാണ്. ആരുടെ താരീഖ്? ആരെഴുതിയ താരീഖ്? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ. ആരെപ്പറ്റി എഴുതിയ? ഖാജ. അതും രസമുണ്ട്. ഖാജ 3 രാത്രികളിൽ എൻ്റെ അടുത്ത് വന്ന് എന്നെ പറ്റി ഒരു മൗലിദ് എഴുതണം എന്ന് പറഞ്ഞിട്ടല്ലാതെ ഞാൻ ആ മൗലിദ് എഴുതിയിട്ടില്ല. ആര് പറഞ്ഞു? ശൈഖുന പറഞ്ഞു. ശൈഖുനാ ശംസുൽ ഉലമാ. അല്ലാഹു ദർജ എത്തി കൊടുക്കട്ടെ.